കുറേ നാളായി കണ്ടിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റാണ് സുഹൃത്തുക്കളെ. മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസാണ് ഇത്. G4 സീരീസാണ്. നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ മറ്റേ പണ്ട് ചെയ്തിരുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, പാർട്ട് 5 വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. സോ 1.21 അപ്ഡേറ്റ് ആയപ്പോൾ ഞാൻ വേറെ നമ്മളെ 1.21 വിട്ടിട്ട് നമ്മളെ 1.21 കയറ്റി. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ ഒരു പുതിയൊരു വേൾഡ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളൊരു മഞ്ഞുകാലത്താണ് ജോയിൻ ആയത്. ഗൈസ് ലക്ക് കിട്ടി. ഓ ഗൈസ്, നമുക്ക് അവിടെ മറ്റേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തിനാണ് എന്തോ. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു സാധനമാണിത്. നമുക്കിതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ബയോമ് കിട്ടിയത് നന്നായി. നമുക്ക് ഇവിടെ തന്നെ വീട് സെറ്റാക്കാം ഗൈസ്. അയ്യോ ഗൈസ്, മഞ്ഞുമൂടി. നമ്മളിപ്പോൾ പെട്ടെന്ന് പിടിക്കണം ഗൈസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് സിമ്പിൾ കേസാണ്. ഇതൊക്കെ ഒന്ന് പുറത്ത് കളഞ്ഞിട്ട് കാണാം ഗൈസ്. ഞാൻ ഇവിടെ മൊത്തം കുഴിച്ചു വാരിയപ്പോൾ എനിക്കൊരു അയം കണ്ട്. ഇതിനുവേണ്ടി നമുക്ക് പിക്കാക്സിൻ്റെ ആവശ്യമുണ്ട്. അതെന്തായാലും നമുക്ക് ഉണ്ടാക്കണം. പിന്നെ ഈ ഒരു വേൾഡിൽ ഇപ്പം തന്നെ ഒരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പകരം ഇവിടെയുള്ള സ്പേസൊക്കെ നോക്കിയിട്ട് നമുക്കൊരു വീട് തന്നെ വയ്ക്കാം. തൽക്കാലം നമുക്ക് താമസിക്കാൻ നല്ലൊരു ഇത് വയ്ക്കണം. ഇതിൻ്റെ മരത്തിൻ്റെ ചൂട്ടിൽ തന്നെ നമുക്കൊരു വീട് വയ്ക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല കേവും ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഹങ്കറും എൻ്റെ ഹെൽത്തും വളരെ കുറവാണ്. അതൊന്ന് മാറ്റണം. അതായത് നമുക്ക് വിശപ്പ് വളരെ കൂടുതലാണ്. ഞാൻ ഒരു മരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ മരം. ഇതങ്ങ് വെട്ടിത്തുടങ്ങാം. ഇത് മൊത്തം വെട്ടി തീർന്നു കഴിയുമ്പോൾ തന്നെ എൻ്റെ പകുതി സമയം ഈ വീഡിയോയ്ക്ക് വേണ്ടി ചിലവാകും. അപ്പോൾ നമുക്കിത് മൊത്തം വെട്ടിയിട്ട് കാണാം. എൻ്റെ 12 വുഡാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഇത് പ്ലാങ്ക് ആക്കണം. അതിനായിട്ട് നമ്മൾ ഇൻവെൻട്രി ചെന്നിട്ട് നമുക്ക് പ്ലാങ്ക് ആക്കണം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എൻ്റെ ഹങ്കർ കുറച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും എൻ്റെ 3 സാധനങ്ങളാണ് ഇപ്പോൾ കയ്യിലുള്ളത്. നമുക്കെന്തായാലും ഇൻവെൻട്രി പോയിട്ട് നമ്മൾ ഈ ഒരു പ്ലാങ്ക് ആക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ ഇൻവെൻട്രി ചെന്നിട്ട് ഫുഡ് ഇടോട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് പ്ലാങ്ക് ആയി കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ പ്ലാങ്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസിന് നമുക്കിത് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ഈ മൈൻക്രാഫ്റ്റിലെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്രാഫ്റ്റിംഗ് ടേബിള്. നമുക്ക് കുറച്ച് സ്റ്റിക്കും കൂടെയാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ സെറ്റായിട്ടുണ്ടെല്ലാം. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വരുന്ന നമുക്ക് ആക്സും വേണം, പിക്കാക്സും വേണം. ഇത് രണ്ടും മെയിനായിട്ടുള്ള കാര്യമാണ് ഈ മൈൻക്രാഫ്റ്റിൽ. അപ്പോൾ നമ്മൾ ആക്സും പിക്കാക്സും എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ച് നമുക്കൊരു നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. ഞാൻ ആലോചിക്കുന്നതാണോ നിങ്ങൾ ആലോചിക്കുന്നത്? നമുക്ക് ഇതൊന്ന് വെട്ടി ഒരു ഗുഹയിലാക്കിയിട്ട് തൽക്കാലം ഇവിടെ ഒരു വ്യായാമം സെറ്റ് ചെയ്താലോ? ഈ സംബന്ധം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു സ്പേസ് മൊത്തം നമുക്ക് കുറച്ചൊന്ന് വെട്ടിയിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ താമസിക്കാം. ഓക്കെ, ഞാൻ ഇത്ര രീതിയിൽ അത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി മേൽഭാഗം കൂടെ കുറച്ചൊന്ന് വെട്ടിയെടുക്കാനുണ്ട്. അത് നമുക്ക് ചെയ്യണം ഗൈസ്. അതിനായിട്ട് നമ്മൾ പിക്കാക്സ് ഇപ്പോൾ പൊട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ചാർജ് വളരെ കുറവാണ്. എന്നാലും ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി പറ്റുമോ നോക്കട്ടെ ഗൈസ്. നമ്മൾ ആദ്യത്തെ വൂളിൻ്റെ നിൽക്കുന്ന ഇവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഗൈസ് അവൻ വൂള് ഡ്രോപ്പ് ചെയ്തില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ 3 ഡോർ ഇട്ടിട്ടുണ്ട്. അത് നമുക്കിനി ഇവിടെ പ്ലേസ് ചെയ്തേക്കാം. അപ്പോൾ പാർട്ട് 2 ഉടൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു പാർട്ട് 1 കാണുന്നവർ പെട്ടെന്ന് തന്നെ പാർട്ട് 2 വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്തായാലും നമ്മൾ പാർട്ട് 2 വൈകിക്കാതെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലല്ല. നമുക്ക് ആ ഒരു അയം കണ്ടെടുത്തോട്ടൊന്ന് പോകണം. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലൈക്ക് തരണം, സപ്പോർട്ട് ചെയ്യണം ഗെയ്സ്. കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ആക്കുന്നത്. ഇനി ഇതിൻ്റെ മേളിൽ എവിടെയോട്ടാണ് ഞാൻ അത് കണ്ടത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് അത് വരേണ്ടത് ഗൈസ്. ഇത് എവിടെയായിട്ടാണ് വരുന്നത് ഗൈസ്? ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. പിന്നും ഗൈസ് നമ്മൾ ആ ഒരു മഞ്ഞിൻ്റെ അകത്ത് പുതഞ്ഞു പോയി. ഇപ്പം എൻ്റെ ഹങ്കറും കുറവാണ്, ഹെൽത്തും കുറവാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും അകത്ത് കയറിയിരിക്കാം രാവിലെ ആവുന്നവരെ. അതിൻ്റെ മുമ്പേ നമുക്ക് ഈ ഒരു മേളിലത്തെ ഭാഗം പൊട്ടിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്തൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അടുത്ത ദിവസം നമ്മൾ ബാക്കി പരിപാടി ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.